നമസ്കാരം. എജുടോപ്പർ എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. PNC മാക്കിൻ്റെ 4ാമത്തെ BSc നഴ്സിംഗ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവരവും അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് മെറിറ്റ് ഫീസിൽ പഠിക്കാൻ അവസാന അവസരവുമുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കേൾക്കുക. PNC മാക്കിൻ്റെ ഏറ്റവും പുതിയ 4th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പരിശോധിക്കുകയാണ്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് നമുക്ക് ആദ്യം അൽമാസ് കോളേജിൽ ടോട്ടൽ 6 കുട്ടികൾ അലോക്കേഷനായിട്ടുണ്ട്. അതിൽ 421 കട്ട് ഓഫ്. അൽഷിഫ കോളേജിൽ 2 പേര്, അത് നമുക്ക് 422. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ 10 പേര്, 419 കട്ട് ഓഫ്. അർച്ചനയിലാണെന്നുണ്ടെങ്കിൽ 15 പേരുണ്ട്, 417 കട്ട് ഓഫ്. അശ്വിനി കോളേജ് 10 പേര്, 419 കട്ട് ഓഫ്. അസീസിയയിൽ 4 പേര്, 419 കട്ട് ഓഫ്. ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണെങ്കിൽ 9 പേരുണ്ട്, 417 കട്ട് ഓഫ്. കോളേജ് ഓഫ് നഴ്സിംഗ് എലൈറ്റ് മിഷനിലാണെന്നുണ്ടെങ്കിൽ 6 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. പിന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചരക്കണ്ടിയിലുള്ളത് 4 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 423 കട്ട് ഓഫ്. പിന്നെ മാലിക് ദീനർ കോളേജിലാണെന്നുണ്ടെങ്കിൽ 2 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. ക്രസൻറ്റ് കോളേജ് ആലത്തൂർ പാലക്കാടാണെങ്കിൽ 9 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. ക്രസൻറ്റ് കോളേജ് കണ്ണൂർ 15 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. ധനലക്ഷ്മി കോളേജിൽ 12 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. ജോസ്കോലാണെങ്കിൽ 8 പേര്, 417 കട്ട് ഓഫ്. കരുണ കോളേജിൽ 4 പേരുണ്ട്, 419 കട്ട് ഓഫ്. കിംസിലാണെന്നുണ്ടെങ്കിൽ 10 പേര് അലോക്കേറ്റഡ് ആയിരുന്നു, 420 കട്ട് ഓഫ്. കൊയിലി കോളേജ് 9 പേര് അലോക്കേറ്റഡ് ആയിരുന്നു, 417 കട്ട് ഓഫ്. ലക്ഷ്മി മകലിലാണെങ്കിൽ 11 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. ലൂർദ് കോളേജിലാണെങ്കിൽ 12 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. മെഡിക്കൽ ട്രസ്റ്റിൽ 2 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 427 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. MES കോളേജ് 2 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 425 കട്ട് ഓഫ് വന്നിരിക്കുന്നുണ്ട്. മദർ കോളേജിലാണെന്നുണ്ടെങ്കിൽ 8 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. മൗലാന കോളേജിൽ 3 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 424 കട്ട് ഓഫ്. നജത്ത് കോളേജിലാണെങ്കിൽ 11 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. നാഷണൽ ഹോസ്പിറ്റൽ കോളേജിൻ്റെ ആണെങ്കിൽ 4 പേര് അലോക്കേറ്റ് ഉണ്ട്, 421 കട്ട് ഓഫ്. നൈറ്റിംഗൽ കോളേജിലാണെന്നുണ്ടെങ്കിൽ 14 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നിംസിലാണെന്നുണ്ടെങ്കിൽ 14 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. PRSൽ 10 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. PVSലാണെങ്കിൽ 10 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. റെഡ് ക്രസൻറ്റിൽ 7 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 420 കട്ട് ഓഫ്. റുക്മണി കോളേജ് 7 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. SP ഫോർട്ടിലാണെന്നുണ്ടെങ്കിൽ 7 പേര് അലോക്കേറ്റ് ഉണ്ട്, 417 കട്ട് ഓഫ്. ശാന്തി കോളേജിലാണെന്നുണ്ടെങ്കിൽ 5 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. സരസ്വതി കോളേജിൽ 7 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. 7th ഡേ കോളേജിൽ 6 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. ശിവഗിരി മെഡിക്കൽ മിഷനിൽ 4 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. ശ്രീ ഗോകുലത്തിൽ 14 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 420 കട്ട് ഓഫ്. ശ്രീ സുധീന്ദ്ര കോളേജിൽ 12 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. ശ്രീ ശാരദയിൽ 7 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. സെൻറ്റ് തോമസ് കോളേജിൽ 6 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. ട്രാവൻകൂർ കോളേജിലാണെങ്കിൽ 5 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 419 കട്ട് ഓഫ്. ഉപാസന കോളേജിൽ 9 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. VNSS കോളേജിലാണെന്നുണ്ടെങ്കിൽ 7 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ്. വേളാങ്കണ്ണി മാതാ കോളേജിലാണെങ്കിൽ 10 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 418 കട്ട് ഓഫ്. വിനായക കോളേജിൽ 8 പേര് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 416 വന്നു നിന്ന് ഒരു കുട്ടിക്ക് മാത്രം കിട്ടിയിട്ടുണ്ട് അലോക്കേറ്റ് ആയിട്ടുള്ളത്. വെസ്റ്റ് ഫോർട്ട് കോളേജ് ലാസ്റ്റത്തെ കോളേജാണ്, 15 സീറ്റ് അലോക്കേറ്റ് ആയിട്ടുണ്ട്, 417 കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ PNC മാക്കിലെ ഓൾമോസ്റ്റ് ഓവറോൾ കോളേജുകളിലെ ഫുൾ സീറ്റും ഏകദേശം ഫില്ലായ കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റത്തെ കട്ട് ഓഫ് മാർക്ക് 416 416 വാങ്ങിച്ച ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബിലോ 416 മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളുണ്ട്, 415 ഉണ്ട്, 414 ഉണ്ട്. അങ്ങനെ 416 താഴത്തോട്ടുള്ള കുട്ടികൾക്ക് 416 സെയിം മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾ നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ ഒരു PNC മാക്കിൽ അലോക്കേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ എന്താണോ ഫീസ് വരുന്നത്, അതേ ഫീസിൽ കുട്ടികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ അവസരമുണ്ട്, മെറിറ്റ് ഫീസിൽ പഠിക്കാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു കോളേജിൽ എത്ര സീറ്റുകളാണ് ഉള്ളത് നമുക്ക് പരിശോധിക്കാം. ഓരോ കോളേജ് വൈസായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ആ കോളേജിൽ എത്ര സീറ്റുകളുണ്ട്, അതിൽ എത്ര സീറ്റാണ് PNC മാക്കിൽ അലോക്കേറ്റഡ് ആയിട്ടുള്ളത്, എത്ര സീറ്റാണ് LBS അലോക്കേഷന് വേണ്ടി പോയിട്ടുള്ളത്.
ഒരു ശരാശരി ഒരു കോളേജിൽ എടുക്കുകയാണെങ്കിൽ 50% സീറ്റ് ഗവൺമെൻറ് LBSലും 50% സീറ്റ് PNC മാക്കിലുമാണ് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ആൻഡ് ഫോർത്ത് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സീറ്റുകൾ ഫുൾഫിൽ ആയത് കാണാൻ സാധിക്കും. അപ്പോൾ 416 മാർക്കിൽ കുറവുള്ള വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ നിരുത്സാഹപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് അലോട്ട്മെൻറ്റിൻ്റെ സെയിം മെറിറ്റ് ഫീസിൽ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് പഠിക്കാൻ അവസരമുണ്ട്. മെറിറ്റ് ഫീസിൽ പഠിക്കുന്നതിൻ്റെ കോളേജിൻ്റെ ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അഡ്മിഷൻ സൊല്യൂഷനുമായിട്ട് എൻക്വയറിക്കായി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.